പേജ് നമ്പർ 41 जेंडर पार्क എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ जेंडर पार्क की स्थापना केरल सरकार की महिला और बाल विकास मंत्रालय के तहत 2013 में हुई. അപ്പോൾ ഈ ജെൻഡർ പാർക്കിന്റെ സ്ഥാപന കേരള സർക്കാരിന്റെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിൽ 2013 ഇത് സ്ഥാപിക്കുന്നത്. जेंडर पार्क की स्थापना का मुख्य उद्देश्य केरल राज्य में लैंगिक समानता और महिला सशक्तिकरण की दिशा में काम करना है. അപ്പോൾ ഈ ജെൻഡർ പാർക്ക് സ്ഥാപിച്ചതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തില് ജെൻഡർ ഈക്വാലിറ്റിനെയും അതുപോലെ തന്നെ വിമൻ എംപവർമെന്റിനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ എയിം. ഈ अपनी तरह का दुनिया का पहला संस्थान है जो विशेष रूप से लैंगिक न्याय पर केंद्रित है. അപ്പോൾ ഇത് ഇത്തരത്തില് വേൾഡിൽ തന്നെ ഉള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മെയിനായിട്ടും ലിംഗനീതി, അതാണ് ലൈംഗിക് സമാനത, ലൈംഗിക് ന്യായം എന്ന് പറഞ്ഞാൽ ലിംഗനീതി, അതായത് ജെൻഡർ ജസ്റ്റിസ് ആണ്. അപ്പോൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ജെൻഡർ ജസ്റ്റിസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഈ കോഴിക്കോട് വെള്ളിമാട് കുന്നുമേം 24 ഏക്കർ की പരിസർ में स्थित है. അപ്പോൾ ഇത് കോഴിക്കോടുള്ള വെള്ളിമാട് കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 24 ഏക്കറിലുള്ള ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പരിസർ എന്ന് പറഞ്ഞ ക്യാമ്പസ് ആണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ 24 ഏക്കർ ക്യാമ്പസിലാണ് ഈ ജെൻഡർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജെൻഡർ പാർക്ക് കൈ മഹത്വപൂർണ്ണ പഹലയും ചലാത്ത ഹെ ജിസ്മേൻ ഷാമിൽ ഹെ. അപ്പോൾ ഈ ജെൻഡർ പാർക്ക് ഒരു ക്യാമ്പസിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജെൻഡർ പാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള സംരംഭങ്ങൾ, ഇനീഷ്യേറ്റീവ്സ് റൺ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഭൂരിഭാഗം ഇനി പറയാൻ പോകുന്ന ഈ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എവിടെയാ? ഈ ജെൻഡർ പാർക്കിനകത്ത്, അത് കോഴിക്കോട് ഈ പറഞ്ഞ ക്യാമ്പസിനകത്തുള്ള വെള്ളിമാട് കുന്ന് ക്യാമ്പസിനകത്തുള്ള ജെൻഡർ പാർക്കിൽ വരുന്ന സംരംഭങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത് കേട്ടോ. അതിൽ ആദ്യത്തേതാണ് ഷീ ടാക്സി. ഈ ഷീ ടാക്സിന്റെ മെയിൻ ഓഫീസ് ഈ ക്യാമ്പസിനകത്താണ് കേട്ടോ ഉള്ളത്. ഏക്ക് അന്തർരാഷ്ട്രീയ സ്തർ പർ പ്രശംസിത് കാര്യക്രം ഹെ. ഇതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതാണ് കാര്യക്രം എന്ന് പറഞ്ഞാൽ കേട്ടോ, പ്രോഗ്രാമാണ്. യഹാ महिलाएं आर्थिक सशक्तिकरण के साधन के रूप में टैक्सियों की मालिक और चलाती है. അപ്പോൾ ഈ ഒരു ഷീ ടാക്സി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എന്താ നടക്കുന്നത്? അവിടെ മഹിളാവും സ്ത്രീകൾ ആർത്തിക് സശക്തീകരണം, അതായത് ഇക്കണോമിക് എംപവർമെന്റ് എന്നുള്ള ഇക്കണോമിക് എംപവർമെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? സ്ത്രീകള് ടാക്സി ഓൺ ചെയ്യുന്നു. അത് മീൻസ് അതിന്റെ മാലിക്കാവുക എന്ന് പറഞ്ഞാൽ അതിനെ ഓൺ ചെയ്യുക, അതിന്റെ ഓണർ ആവുന്നു. അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അന്തർരാഷ്ട്രീയ ലൈംഗിക് സമാനതാ സമ്മേളൻ. അന്തർരാഷ്ട്രീയ ലൈംഗിക് സമാനതാ സമ്മേളന ഷോർട്ടായിട്ട് ICGE എന്ന് പറയും. അതായത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഈക്വാലിറ്റി എന്നാണ് കേട്ടോ വരുന്നത്. ഈ ലൈംഗിക് സമാനത എന്നാണ് ഇവിടെ ഉള്ളത്, അത് മാറിപ്പോയതാണ്, मिस्टेक ആണ്. लैंगिक समानता से संबंधित महत्वपूर्ण मुद्दों पर चर्चा और जागरूकता बढ़ाने के लिए एक अंतर्राष्ट्रीय मंच प्रदान करता है. ഇതെന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന മെയിൻ ഇഷ്യൂസിനെ ചർച്ച ചെയ്യാൻ, അതായത് അതിനെ ഡിസ്കസ് ചെയ്യാനും അതിനെക്കുറിച്ചിട്ട് അവയർനെസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട്, അത് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യാണ് ഈ ICGE ചെയ്യുന്നത്. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ICGE എന്ന് പറയുന്നത് ഇതിനകത്ത് നടക്കുന്ന ഒരു സമ്മേളനമാണ് കേട്ടോ, ഒരു കോൺഫറൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ജെൻഡർ ലൈബ്രറി. കോഴിക്കോട് പരിസർ ക്യാമ്പസ് ആണ്. കോഴിക്കോട് परिसर में स्थित यह अत्याधुनिक पुस्तकालय लैंगिक और विकास संबंधी अध्ययन को बढ़ावा देता है. അപ്പോൾ ഈ കോഴിക്കോട് ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന അത്യാധുനികമായ ഈ പുസ്തകാലയം, ഈ ലൈബ്രറി എന്ന് പറയുന്നത് ജെൻഡറിൻ്റെയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
നെക്സ്റ്റ് പോയിന്റ് വിരാസത് സംഗ്രഹാലയ്, ഹെറിറ്റേജ് മ്യൂസിയം. അപ്പോൾ ഈ സംഗ്രഹാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയം ആണ് കേട്ടോ. ഈ സംഗ്രഹാലയ महिलाओं के इतिहास की यात्रा को प्रदर्शित करता है. അപ്പോൾ ഈ ഒരു ഹെറിറ്റേജ് മ്യൂസിയം എന്ത് ചെയ്യുന്നു, സ്ത്രീകളുടെ, അതായത് ജേർണി ഓഫ് വിമൻ ഹിസ്റ്ററി, അതിനെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിമൻ ഹിസ്റ്ററിയുടെ ജേർണി ഇവിടെ പ്രദർശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലൈംഗിക് ഇതിഹാസ് കോ പരിപ്രേക്ഷ്യ में रखने के लिए एक अभिलेखाकार के रूप में कार्य करता है. അതിൻ്റെ ഒപ്പം തന്നെ ലൈംഗിക് ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ഹിസ്റ്ററിനെ ഒരു പെർസ്പെക്റ്റീവിൽ, ജെൻഡർ ഹിസ്റ്ററിയിലെ പെർസ്പെക്റ്റീവിൽ ഉൾപ്പെടുത്തിയിട്ട്, അതായത് ചില ജെൻഡർ ഹിസ്റ്ററി എന്ന് പറയുന്നതിനെ ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു ആർക്കൈവ് എന്നുള്ള രൂപത്തിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഹെറിറ്റേജ് മ്യൂസിയം. നെക്സ്റ്റ് പോയിന്റ് അന്താരാഷ്ട്രീയ മഹിളാ വ്യാപാർ കേന്ദ്ര, IWTC എന്നുള്ളതാണ്. ഇന്റർനാഷണൽ വിമൻ ട്രേഡ് സെന്റർ കേട്ടോ. അതാണ് അന്താരാഷ്ട്രീയ മഹിളാ വ്യാപാർ കേന്ദ്ര എന്ന് പറയുന്നത്. ये एक महत्वाकांक्षी पहल है जो विशेष रूप से महिला औद्यमियों की जरूरतों को पूरा करेगा. അപ്പം ഇതെന്ന് പറയുന്നത്, ഈ IWTC എന്ന് പറയുന്നത് ഒരു മഹത്വാകാംക്ഷി പഹൽ എന്ന് പറഞ്ഞാൽ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇനീഷ്യേറ്റീവ് ആണ്, ഒരു സംരംഭമാണ്. ഇത് മെയിനായിട്ട് മെയിനായിട്ട് മഹിളാ ഉദ്യമിയും, അതായത് വിമൻ ഓണ്ടർപ്രണേഴ്സിൻ്റെ നീഡ്സിന്, ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സംരംഭമാണ്. ഇനി ലാസ്റ്റ് ഇതൊന്നും കൂടാണ്ട് വരുന്ന അന്യ സുവിധായും ബാക്കിയുള്ളതാണ് ഇനി പറയുന്നത്. ഈ പരിസർ में एक एम्फी थिएटर यहाँ खुली हवा में सांस्कृतिक कार्यक्रम होते हैं. ഇത് കൂടാണ്ട് ഈ ക്യാമ്പസിൽ ഒരു എംഫി തിയേറ്റർ ഉണ്ട്. അവിടെ എന്ത് നടക്കുന്നു, ഓപ്പൺ എയറിൽ സാംസ്കൃതിക കാര്യക്രമം, കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഈ MP തിയേറ്ററിൽ, മൾട്ടിപർപ്പസ് തിയേറ്റർ ആണ് കേട്ടോ MP തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MP തിയേറ്ററിൽ ഓപ്പൺ എയറിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്, സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്. और एक कन्वेंशन सेंटर भी है जिसकी क्षमता 500 से अधिक लोगों की है. അപ്പോൾ ഇവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററും ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500, അതായത് 500-ലധികം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അവിടെയുള്ള കൺവെൻഷൻ സെൻറ്ററിനുണ്ട്. അപ്പോൾ केरल का, ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്, केरल का जेंडर पार्क लैंगिक समानता और महिला सशक्तिकरण के लिए एक अनूठा और महत्वपूर्ण संस्थान है. അപ്പം എന്താ പറയുന്നത്, കേരളത്തിലുള്ള ജെൻഡർ പാർക്ക് എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിക്കും അതുപോലെ തന്നെ വിമൻ എംപവർമെൻറ്റിനും വേണ്ടിയിട്ട് ഒരു അനൂട്ട और महत्वपूर्ण, ഒരു വളരെ യുണീക്ക് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. जो विभिन्न पहले अनुसंधान और शैक्षिक कार्यक्रमों के माध्यम से इस क्षेत्र के महत्वपूर्ण योगदान दे रहा है. ക്ഷേത്രമേ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ വിഭിന്ന പഹല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, അതായത് സംരംഭങ്ങൾ, അതുപോലെ തന്നെ അനുസന്ധാൻ റിസർച്ചുകൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, ശൈക്ഷണിക കാര്യക്രമം, അതിലൂടെയൊക്കെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിലൂടെയൊക്കെ ഈ ഒരു ഫീൽഡിന് ഈ ഫീൽഡിലേക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇത് നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്.